ഇളയ റാണി ആയത് കാരണം മറ്റു രണ്ടുപേരെക്കാളും സ്നേഹവും വാത്സല്യവും റാണിയോട് രാജാവിനുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചൊല്ലുന്നത് സത്യമാണോ അല്ലയോ എന്ന് ഈ റാണി തന്നെ പറയണം. അതെ മന്ദരെ, മഹാരാജന് എല്ലാ റാണിമാരെക്കാളും സ്നേഹം നമ്മോടാണ് കൂടുതലുള്ളതെന്ന് നമുക്ക് പലവട്ടം നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ അതിനുള്ള കാരണം നാം മഹാരാജന് വേണ്ടി ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ മാത്രമായിരിക്കും. മഹാറാണി, റാണി മഹാരാജന് ഉപകാരം ചെയ്തെന്നോ? അതെന്താണെന്നറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് ഈ മന്ദരയോടൊന്ന് ചൊല്ലു മഹാറാണി. അതേ മന്ദരെ, കേട്ടുകൊള്ളൂ. ഒരിക്കൽ മഹാരാജനോടൊപ്പം നാമും യുദ്ധത്തിന് പുറപ്പെടുകയുണ്ടായി. മഹാരാജനോടൊപ്പം രഥത്തിൽ നാം ഇരുന്നു. എന്നാൽ മഹാരാജൻ ശത്രുക്കളുടെ ചതിക്കിരയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ശത്രുക്കളെല്ലാം മഹാരാജനെ വളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ മഹാരാജന്റെ ജീവൻ ആപത്തുണ്ടെന്ന് മനസ്സിലാക്കിയ നാം തന്ത്രപൂർവം രഥം വളരെ വേഗത്തിൽ ഓടിച്ചു കൊണ്ടുവന്നു. മഹാരാജനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കുകയുണ്ടായി. അവിടെ കൈകേയി, നാം എവിടെയാണ്? സുരക്ഷിതമായ സ്ഥലത്താണ് നാം എത്തിയിരിക്കുന്നത് പ്രഭു. വനത്തിലോ? നാമോ? എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. യുദ്ധഭൂമിയിലല്ലേ നാം? അതെ പ്രഭു, അങ്ങ് യുദ്ധഭൂമിയിൽ പരാക്രമികളോട് ധീരനായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ശത്രുക്കളുടെ ബാണങ്ങളേറ്റ് അങ്ങ് മയങ്ങി വീണു. അങ്ങ് അവിടെ നിന്നിരുന്നാൽ ശത്രുക്കൾ അവിടുത്തെ രഥം തകർത്ത് അങ്ങയെ ബന്ധനസ്ഥനാക്കിയേനെ. അതിനവർക്കൊരവസരം കൊടുക്കാതെ നാം രഥം അതിവേഗം ഓടിച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അങ്ങയെ എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങേക്ക് ശുശ്രൂഷ നൽകി നാം അങ്ങയെ മയക്കത്തിൽ നിന്നുണർത്തി പ്രഭു. ബലേ, സന്തോഷവാനായി. നാം യുദ്ധഭൂമിയിൽ മയങ്ങി വീണത് കണ്ട് ഭയപ്പെടാതെ, നമ്മെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ ഭവതി രക്ഷിച്ചില്ലേ? ഇനി നാം കരുത്തോടെ രണഭൂമിയിൽ ഇറങ്ങി ശത്രുക്കളുടെ തല അരിഞ്ഞ് വിജയം വരിക്കും നാം, തീർച്ചയായും. സത്യം പ്രഭു, സത്യം. അങ്ങേക്ക് വരുവാനിരുന്ന ആപത്ത് മാറിയിരിക്കുന്നു. അങ്ങയുടെ പരാക്രമത്തിനെതിരായിട്ട് ആരുമില്ല. അങ്ങ് ഈ യുദ്ധത്തിൽ വിജയിക്കുന്നത് അങ്ങയോടൊപ്പം ഇരുന്ന് നാം കാണും പ്രഭു. കൈകേയി, നീയൊരു ധീര വനിതയാണ്. എന്റെ ജീവൻ രക്ഷിച്ചവൾ. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തി നമ്മുടെ മാനം കാത്ത് സഹായിച്ച നിനക്ക് എന്ത് വരമാണ് നാം നൽകേണ്ടത്? ചോദിച്ചാലും പ്രിയേ, എന്താണ് വേണ്ടത്? ചോദിക്കൂ. അങ്ങയുടെ ആഗ്രഹങ്ങൾക്ക് നാം വിപരീതം പറയില്ല. എന്നാൽ അങ്ങിപ്പോൾ യുദ്ധത്തിൽ വിജയം കൈവരിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു ദിനം നമുക്ക് തരാമെന്ന് പറഞ്ഞ വരം നാം അങ്ങയോട് ചോദിച്ചു കൊള്ളാം. അങ്ങനെയാവട്ടെ. എന്നായാലും എപ്പോഴായാലും നമ്മോട് ആ വരം ചോദിക്കാം നിനക്ക്. ഈ വിധം പ്രഭുവിന്റെ വിശേഷപ്രീതിക്ക് പാത്രമായിരിക്കാൻ കാരണം യുദ്ധത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ചത് കൂടി ഉണ്ടാവാം, അല്ലേ മന്ദരെ? അങ്ങനെ ആയിരിക്കട്ടെ ദേവി. അതുകൊണ്ട് പ്രഭുവിനോട് നീ വെറുതെ സാധാരണ അപേക്ഷിക്കുമാറ് ചെറിയ വരവൊന്നും ചോദിച്ച് ഈ അവസരം വ്യർത്ഥമാക്കരുതേ ദേവി. നെല്ല് വിളയേണ്ട ഭൂമിയിൽ
മുൾച്ചെടി വളർത്തരുത്. മഹാറാണി, പ്രഭുവിനോട് ഈ 2 വരങ്ങളും ചോദിച്ച് വിലകെടുത്തി കളയരുത്. അതിന് തക്ക സന്ദർഭം വരുമ്പോൾ മഹാറാണി ചോദിച്ചു കൊള്ളണം. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. നാം പ്രഭുവിനോട് വരങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് എന്ത് വരമാണ് വേണ്ടതെന്ന് മന്ദരയോട് ചോദിച്ചതിനു ശേഷം മാത്രമേ പ്രഭുവിനോട് ചോദിക്കുകയുള്ളൂ. പോരെ? അതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. ആഹാ, എനിക്ക് ഇപ്പോഴാണ് ജീവൻ വന്നത്. ഞാൻ ഒരു ചെടി പറിച്ചെടുത്തതിന് വളരെ വേദനിച്ചിരുന്നു. എന്നാൽ ഇത്രയും ചെടികൾ പൂത്തു വളർന്നു നിൽക്കുന്നത് കണ്ടിട്ട് മനസ്സിന് എത്ര ആനന്ദമാണ്. നല്ല കാര്യം ചെയ്യുമ്പോൾ ആരും ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ചെടികൾ വളർത്തുന്നതാവട്ടെ, കഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യുന്നതാവട്ടെ, ആരെയും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത്. നമ്മളുടെ ഇഷ്ടത്തിനായിരിക്കണം. അതെ ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എപ്പോഴും ജ്യേഷ്ഠത്തിനൊപ്പം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ജ്യേഷ്ഠത്തിയെ ഞങ്ങൾ ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് എങ്ങോട്ടും പറഞ്ഞയക്കാൻ സമ്മതിക്കില്ല. മക്കളെ, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ. എന്നാൽ അത് കേൾക്കുന്നവർക്ക് മാത്രം. വാസ്തവം തന്നെ. നിങ്ങൾക്ക് ഈ വയസ്സിൽ ഇതൊക്കെ ആഗ്രഹിക്കാം, അല്ലാതെ ദിനവും നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കാനാകില്ലല്ലോ. അമ്മേ, ഞങ്ങള് വളർന്ന് വലുതാകണ അത്രയല്ലേ ഉള്ളൂ. ഞങ്ങള് വളർന്ന് വലുതായി കഴിഞ്ഞ് ദൂരെ ദൂരെ മാറി താമസിക്കണമെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? മക്കളെ, നിങ്ങൾ പെൺകുട്ടികളാണ്. വളർന്നു വലുതായതിനു ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയല്ലേ പറ്റൂ. ആരെ ഏതേത് രാജ്യത്തെ രാജകുമാരനാണോ മാംഗല്യം കഴിക്കുന്നത്, എവിടെയാണോ നിങ്ങൾ പോയി ജീവിക്കുന്നത്, ഇതൊക്കെ ഇപ്പോൾ പറയാൻ കഴിയുമോ? ആകാശത്ത് നിന്നും വീഴുന്ന മഴവെള്ളം ചില നദികളിൽ പോയി ചേരുന്നു. കുറച്ചു വെള്ളം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഒരേ സ്ഥലത്ത് വീഴുന്ന മഴവെള്ളം പല സ്ഥലങ്ങളിലായി പോയി ചേരും. മാതേ, ആകാശം പതിതന്തോയം സാഗരം പ്രതി ഗച്ഛതി. ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴ ഒരു സാഗരത്തിൽ ചെന്ന് ചേരുന്ന പോലെ ഞങ്ങൾ ഒരേ കൊട്ടാരത്തിൽ ചേരും. ചെറിയമ്മേ, ഞങ്ങൾ 4 പേരും എപ്പോഴും ഒന്നായിരിക്കും, ഒരിക്കലും പിരിയുകയില്ല. ശരി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിനെതിര് പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞു മനസ്സ് ഞാൻ വേദനിപ്പിക്കുന്നില്ല. വളർന്നു വലുതാകുമ്പോൾ നാളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടുകൊള്ളും. പിതാശ്രീ, സഹോദരൻ രാമചന്ദ്രൻ ശബ്ദവേഗി ബാണം പ്രയോഗിക്കുവാൻ പോകുന്നു. ആരെങ്കിലും തലയിൽ കുടം വെക്കണം. കാലിൽ ചിലങ്ക കെട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ചിലങ്കയുടെ ഒലി കേട്ട് രാമൻ അമ്പെയ്യുന്നതാണ്. എന്ത്? രാമചന്ദ്രൻ എന്ന ബാലനിത് സാധിക്കുന്ന കാര്യമാണോ? ഇല്ല, ഇല്ല, ഇത് നാം തടയുക തന്നെ വേണം. എന്തിനാണ് ഈ അനാവശ്യ ചിന്തകൾ? രാമചന്ദ്രൻ ഒരു സാധാരണ ബാലനല്ല, ദശരഥ മഹാരാജാവിന്റെ മകൻ. അതിനാൽ അവന്റെ ലക്ഷ്യം ഒരിക്കലും തെറ്റില്ല. രാമൻ ശബ്ദഭേദി ബാണം പ്രയോഗിക്കുന്നത് നാം കാണുക തന്നെ വേണം. എന്താണ് പ്രഭു? ഇല്ല, വന്നോളൂ.
മകനെ, നിന്റെ അസ്ത്രവിദ്യ പ്രയോഗങ്ങളെല്ലാം വിജയിക്കട്ടെ. മകനെ, നിന്നുടെ അസ്ത്രവിദ്യ പ്രയോഗങ്ങൾ എല്ലാവരിലും ആനന്ദമുണ്ടാക്കട്ടെ. രാമചന്ദ്ര, നീയൊരേകചന്ദ്ര വിഗ്രഹമാണ്. ഒരു തവണ ചൊല്ലിത്തന്ന പാഠങ്ങൾ മനസ്സിലിരുത്തി പൂർണ്ണമായും ഉപയോഗിക്കുവാൻ സാമർഥ്യമുള്ളവൻ. ശബ്ദം ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. ലക്ഷ്യമാക്കുന്ന വസ്തുവിന്റെ സ്ഥാനം മനസ്സിൽ ഉറപ്പിക്കണം. ബാണത്തിന്റെ വേഗത, അത് ചെന്നു ചേരേണ്ട സമയം, ഇതെല്ലാം കണക്കാക്കി വേണം ബാണം പ്രയോഗിക്കാൻ. അപ്രകാരമാവട്ടെ ഗുരുദേവ. ദാ നോക്കൂ, നിന്റെ സഹോദരന്മാരായ ഭരതനും ലക്ഷ്മണനും തലയിൽ കുടവുമേന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അത് ശ്രദ്ധിക്കൂ, ഏകാഗ്രതയോടെ വേണം. അവരുടെ കാലിലെ ചിലങ്കകളുടെ ശബ്ദം കുമാരന്റെ കാതുകളിൽ പതിക്കും. ആ ശബ്ദത്തെ ലക്ഷ്യമാക്കി അവരുടെ തലയിലിരിക്കുന്ന കുടത്തെ കുമാരൻ ബാണത്താൽ തകർത്തു കളയണം. അപ്രകാരമാവട്ടെ ഗുരുദേവ. രാമചന്ദ്ര, വേണ്ട വേണ്ട. എന്താ എന്ത് പറ്റി പ്രഭു? പ്രഭു, രാമചന്ദ്രന്റെ ശബ്ദഭേദി പ്രയോഗം കണ്ട് അങ്ങ് സന്തോഷിക്കുമെന്ന് നാം നനച്ചിരുന്നു. എന്നാൽ അങ്ങ് ഇത്രയും ആശങ്കയോടെ ഇരിക്കുന്നത് എന്താണ്? എന്താണ് പ്രഭു? ബാല്യകാലത്ത് തന്നെ ശബ്ദഭേദി പ്രയോഗങ്ങൾ അങ്ങ് സിദ്ധിച്ചിരുന്നതല്ലേ? അങ്ങ് ചെയ്ത വിദ്യകൾ അങ്ങയുടെ മകൻ പ്രയോഗിക്കുമ്പോൾ എന്തിനാണ് ആകുലത? ശരിയാണ്, നാം ആകുലപ്പെട്ടിരിക്കുന്നു. എന്തു പറ്റി പ്രഭു? അറിയില്ല, എന്തോ ഒരു മയക്കം പോലെ. ഔഷധം കൊണ്ടുവരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത തെറ്റ് നാം ആരോടാണ് പറയേണ്ടത്? എനിക്കതിനാവില്ല. ഇല്ല, ഒരിക്കലും അതിനാവില്ല. എല്ലാം എന്റെ വിധി. അവന മകനെ ശ്രവണ, പിതാവേ, വെയിലിന്റെ ആധിക്യത്താൽ
എനിക്ക് ദാഹിക്കുന്നു. കുടിക്കാൻ അല്പം ജലം കിട്ടുമോ ശ്രവണ? ആ, കൊണ്ടുവരാം പിതാവേ. ഇവിടെ എവിടെയോ അരുവി ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം പിതാവേ. മാതാവേ, പിതാവേ, ഞാൻ പോയി എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം. ഈ പ്രദേശത്ത് കാട് കുറവായതുകൊണ്ട് സുരക്ഷിതമായിരിക്കും. മൃഗങ്ങളെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാൽ മതി. നമ്മുടെ മകൻ ശ്രവണൻ കുഞ്ഞായിരുന്ന കാലത്ത് നമ്മൾ അവനെ വളരെ ചുരുങ്ങിയ കാലം മാത്രം എടുത്തുകൊണ്ട് നടന്നു. അവനിപ്പോ ആയുഷ്കാലം മുഴുവൻ നമ്മളെ എടുത്തുകൊണ്ട് നടക്കുകയല്ലേ? അതെ, അച്ഛനെയും അമ്മയെയും വാർദ്ധക്യകാലത്ത് പരിപാലിക്കണമെന്നുള്ളത് എല്ലാ മക്കൾക്കും ബാധകമായ ഒരു നിയമമാണ്. എന്നാൽ നമ്മുടെ മകൻ നമ്മളെയും ചുവന്ന് എത്ര നാളായി നാടാകെ നടക്കുന്നു. അവൻ എന്നാണാവോ ഇതിന്നൊരു മോചനം ലഭിക്കുന്നത്? ദൈവം നമുക്ക് കാഴ്ച തന്നില്ല. എന്നാൽ തൽസ്വഭാവിയായൊരു മകനിലൂടെ നമ്മുടെ അന്ധകാരം അകറ്റി